കൗമാരപ്രായക്കാർക്കിടയിലെ പീരീഡ്സിൻ്റെ ബുദ്ധിമുട്ട്, അതായത് മെൻസുറേഷൻ, അതെങ്ങനെയാണ്, അവരെങ്ങനെയാണ് ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് നേരിടാൻ പറ്റുന്നത്? അതുമാത്രമല്ല, ആ ഒരു ഏജ് ഡിഫറൻസ് എങ്ങനെയായിരിക്കും? ഒരു 15 വയസ്സിന് ശേഷം പീരീഡ്സ് ആവുന്നവർക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി അമ്മ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം ഡോക്ടർ, ഈ ഒരു നോർമൽ ഏജ് എന്ന് പറയുന്നത് എപ്പോഴാണ്? പീരീഡ്സ് ആവേണ്ട ഒരു നോർമൽ ഏജ് ഇപ്പോൾ കുട്ടികളായിരുന്നാലും അപ്പോൾ വളരെ യങ് ഏജിൽ തന്നെ ഇപ്പോൾ ഒരു 9-10 വയസ്സിലൊക്കെ പീരീഡ്സ് ആവുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. പക്ഷേ പണ്ടുള്ളവർ ഒരു 13-14 വയസ്സിലൊക്കെ ഒരു നോർമൽ ഏജ് ഒരു 9 തൊട്ട് 12 വയസ്സിനകം വരാം എന്നാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല. 9 അല്ല, ഒരു 10 വയസ്സ്, 9 വയസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് എബ്നോർമൽ എന്ന് പറയും. 10 തൊട്ട് 15 വയസ്സിനിടയ്ക്കാണ് ഈ മാസക്കുളി വരേണ്ടത്. അപ്പോൾ 15 വയസ്സ് വരെ മാസക്കുളി വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ലക്ഷണങ്ങളൊന്നുമില്ല. അതായത് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് മാറിടം വളർന്നു തുടങ്ങും, കക്ഷത്തും പിന്നെ ഗുഹ്യഭാഗത്തുമൊക്കെ രോമം വളർന്നു തുടങ്ങും. അപ്പം അങ്ങനത്തെ ഒരു എവിഡൻസും അവർക്കില്ല, ഒരു തെളിവും അവർക്കില്ല. മാറിടമേ വളർന്നിട്ടില്ല, അല്ലെങ്കിൽ കക്ഷത്ത് രോമ വളർച്ചയില്ല, താഴെ മൂത്രമൊഴിക്കുന്നിടത്തും രോമ വളർച്ചയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 15 വയസ്സിൽ തന്നെ അവരെ ടെസ്റ്റുകൾക്ക് വിധേയരാക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത്, ഈ അണ്ഡാശയം പ്രവർത്തിക്കാത്തത് കൊണ്ട് നമുക്ക് മാസക്കുളി വരാതിരിക്കാം. കാര്യം ഗർഭപാത്രത്തിൻ്റെ അകത്തെ പാട വളരണമെങ്കിൽ അണ്ഡാശയം പ്രവർത്തിക്കണം. അപ്പം അണ്ഡാശയം പ്രവർത്തിക്കുന്നില്ലായിരിക്കാം. അണ്ഡാശയം ഇല്ലാത്തത് കൊണ്ടാണോ അത് പ്രവർത്തിക്കാത്തത്, അതോ മുകളിൽ നിന്നാണ് ഓർഡർ വരേണ്ടത്? ഈ അണ്ഡാശയത്തിനോട് സമയമായി, കുട്ടിക്ക് ഈ പ്രായമായി, നീ പ്രവർത്തിച്ചു തുടങ്ങൂ എന്ന് മുകളിൽ നിന്ന് ബ്രെയിൻ ഒരു ഓർഡർ കൊടുക്കണം. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറിയാണ് നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന പിറ്റ്യൂട്ടറിയാണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഒരു ഓർഡർ കൊടുക്കും ഹോർമോൺസ് വഴി. ആ ഓർഡർ കിട്ടാത്തതുകൊണ്ടാണോ ഈ അണ്ഡാശയം പ്രവർത്തിക്കാത്തത്? അതോ അണ്ഡാശയമേ ഇല്ലയോ? അതോ ഇവർക്ക് അണ്ഡാശയവും ബ്രെയിനും ഒക്കെ നോർമലാണ്, യൂട്രസ് ഇല്ലേ? അതോ യൂട്രസ് ഉണ്ടെങ്കിൽ വരാനുള്ള വഴി വെജൈന അടഞ്ഞിരിക്കുകയാണോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതിപ്പോൾ മാറിടവും വന്ന് രോമവളർച്ചയുണ്ടെങ്കിൽ ബ്രെയിനും നോർമലാണ്, അണ്ഡാശയവും നോർമലാണ്. അപ്പോൾ പ്രശ്നം യൂട്രസിലാണോ, യൂട്രസ് ഇല്ലാത്തതാണോ? അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 14 വയസ്സ് കഴിയുമ്പോഴേക്കും വന്നില്ല എന്നുണ്ടെങ്കിൽ 15 വയസ്സിൽ ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടിട്ട് ഇത്തിരി ബ്ലഡ് ടെസ്റ്റുകൾ, ഒരു ശാരീരിക പരിശോധന, അത് ഉള്ളൊന്നും നോക്കുകയൊന്നുമില്ല. കാര്യം ചെറിയ കുട്ടികളെ ഉള്ളു നമ്മൾ നോക്കാറില്ല. അപ്പം ശാരീരികമായ പരിശോധന, ബാക്കിയെല്ലാം ഉണ്ടോ, നോർമൽ ഡെവലപ്മെൻ്റ് ആണോ, ഹൈറ്റ് ഉണ്ടോ, വെയിറ്റ് ഉണ്ടോ, പിന്നെ ഒരു വേദനാരഹിതമായ ഒരു അൾട്രാസൗണ്ട് സ്കാന്, ഒരു ബ്ലഡ് ടെസ്റ്റ്, ഇത്രയേ ഉള്ളൂ. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുവിധം അറിയാൻ പറ്റും കുഞ്ഞ് നോർമൽ ആണോ ഇല്ലയോ എന്നുള്ളത്. ഇതിനകത്ത് കുഞ്ഞിൻ്റെ വെയിറ്റ് 40 കിലോയെങ്കിലും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ അമ്മമാരോട് പറയും, പോയി ആഹാരം കൊടുത്ത് 40 കിലോ ആക്കിയിട്ട് കൊണ്ടുവരൂ. ഞാൻ അതിലേക്ക് വരുമായിരുന്നു. അമ്മമാർക്ക് ടെൻഷനാണ്, മക്കളൊന്നും കഴിക്കാത്തത് കൊണ്ടായിരിക്കും ഇതൊക്കെ വരാത്തത് എന്ന് ചിന്തിച്ചു. പക്ഷെ അതിന് വേറൊരു ഭാഗമുണ്ട്. ഈ വണ്ണം എന്ന് പറയുന്നത്, ശരീരത്തിന്റെ വണ്ണവും നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. വണ്ണം കൂടിക്കഴിഞ്ഞാലും ചിലപ്പോൾ മാസം വരെ വരാതിരിക്കാം, ആദ്യം ഒന്ന് വന്നിട്ട് പിന്നെ വരാതെ ഇരിക്കാം. അത് പല രീതിയിൽ അത് വരാം. വണ്ണം എങ്ങനെയാണ് ഒരാളുടെ പ്രത്യുൽപാദന ഫംഗ്ഷനെ നിയന്ത്രിക്കുന്നതെന്ന് ഇത് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. അപ്പോൾ പക്ഷെ 15 വയസ്സിലെങ്കിലും വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക തന്നെ വേണം. അപ്പോൾ ഒരു ചോദ്യം വരും, 10 വയസ്സിന് മുമ്പ് വന്നാലോ എന്നുള്ളത്. പക്ഷേ പണ്ട് നമ്മൾ പറയുമായിരുന്നു 10 വയസ്സിന് മുമ്പ് വന്നെങ്കിൽ തീർച്ചയായിട്ടും കാണണം ഡോക്ടറെ, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ. വളരെ ചുരുക്കമായിട്ട് അണ്ഡാശയത്തിൽ ചില ട്യൂമറുണ്ട്, ഹോർമോൺ ഉണ്ടാക്കും, വളരെ 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 വിരളമാണത്. പക്ഷേ എന്നാലും നമ്മളൊന്ന് നോക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് എന്താണ്, കുട്ടികൾക്ക് ഓടിക്കളിയില്ല, കുട്ടികൾ സ്കൂളിൽ ചെന്നാലും മുറിക്കാത്തിരുന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മൊബൈൽ കിട്ടിയേ കഴിയൂ, അല്ലെങ്കിൽ അവർക്ക് ടാബ് വേണം, ഇങ്ങനെ പല പല കാര്യങ്ങളാണ്. അപ്പോൾ നാച്ചുറലി അവരുടെ കളി, ഈ വ്യായാമം എന്ന് പറയുന്നത് വളരെ കുറവാണ്. സ്കൂൾസിലും പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ PT പീരിയഡ് നിങ്ങൾ കളിക്കുമോ എന്ന് ചോദിച്ചാൽ
ആഴ്ചയിൽ ഒരിക്കലായിരിക്കും PT പീരിയഡ്. പോർഷൻ തീർന്നില്ല എന്ന് പറഞ്ഞത് കണക്ക് സാർ എടുത്തു, പിന്നെ കെമിസ്ട്രി പഠിപ്പിച്ചു എന്നൊക്കെ പറയും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഓടിക്കളിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണം. ആഴ്ചയിൽ ഒരിക്കൽ പോരാ, എല്ലാ ദിവസവും അതിനുള്ളൊരു അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കണം. സൂര്യപ്രകാശം കൊള്ളണം, ഓടണം, കളിക്കണം. അപ്പോൾ ഇതൊക്കെ ആക്ടിവിറ്റി നമ്മൾ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ ഭക്ഷണം സുഭിക്ഷമാണ്. പണ്ട് ആളുകൾ ഈ 5 സ്റ്റാർ മിൽക്ക് ചോക്ലേറ്റ് ഇതൊക്കെ ആൾക്കാർ കാണാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ കുഞ്ഞുങ്ങൾ വളരുന്നതേ അതും കയ്യിൽ പിടിച്ചിട്ടാണ്. അപ്പോൾ 5 സ്റ്റാർ മാത്രമല്ല, ഹൈ കാലറി ഫുഡ്, പിന്നെ നെയ്യ് കൂടുതൽ, വെണ്ണ കൂടുതൽ, ചീസ് കൂടുതൽ, ഇങ്ങനത്തെ ഫുഡ്, ഐസ്ക്രീം, കേക്ക്, ഇതൊക്കെ സുഭിക്ഷമായിട്ട് കുട്ടികൾക്ക് കിട്ടുമ്പോൾ അവരുടെ വണ്ണം കൂടുന്നു. അപ്പോൾ വണ്ണവും നാച്ചുറലി ഇതിനെയൊക്കെ ബാധിക്കും. അപ്പോൾ നേരത്തെ പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു കുഴപ്പമില്ലാതെ തന്നെ കുഞ്ഞുങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പീരിയഡ്സ് വരുമ്പോൾ നമുക്ക് സങ്കടമാണ്. പാവങ്ങൾ ഇപ്പോഴേ ആ മാസമുറയുടെ ബുദ്ധിമുട്ടുകൾ കുറച്ച് അനുഭവിക്കണമല്ലോ എന്നുള്ളത്. പക്ഷെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർ മനസ്സിലാക്കും. അവർക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് നമ്മൾ കൺഫേം ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വരാതിരിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ, 15 വയസ്സ് കഴിഞ്ഞിട്ടും വരുന്നില്ല, അപ്പം പിന്നീട് അവർക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പെയിൻ, വേദന, ഇതൊക്കെ അസഹനീയമായിട്ടായിരിക്കും അവർക്ക് വരുന്നത്? അങ്ങനെ നമുക്ക് പറയാനേ പറ്റില്ല. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ അമ്മയ്ക്ക് വന്നത് 16ാമത്തെ വയസ്സിലായിരിക്കും. ഈ മാസമുറ തുടങ്ങുന്നതിനും ആർത്തവ വിരാമം അവസാനിക്കുന്നതിനും ഒരു ഫെമിലിയൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. 51 വയസ്സിൽ മാസമുറ നിൽക്കണം എന്നാണ്. പക്ഷെ 54 വയസ്സിലും വരുന്നവരടുത്ത് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, അമ്മയ്ക്ക് മാസമുറ എപ്പോൾ തീർന്നു എന്നറിയാമോ, ചേച്ചിക്ക് എപ്പോൾ തീർന്നു എന്നറിയാമോ? അപ്പോൾ ഫെമിലിയലായിട്ട് ചിലപ്പോൾ അവർക്ക് അണ്ടങ്ങൾ കൂടുതലുള്ള അണ്ടാശയമായിരിക്കും. ഓരോരുത്തരുടെയും അണ്ടം ഫിക്സഡ് ആണ്. ഇപ്പോൾ എനിക്ക് അണ്ടാശയത്തിലെല്ലാം കൂടെ 300 അണ്ടമായിരിക്കും. പക്ഷേ ഇനിയൊരാൾക്ക് ചിലപ്പോൾ 250 കാണും. 250 അണ്ടമേ ഉള്ളെങ്കിൽ അവരുടെ മാസമുറ ആർത്തവ വിരാമം 45 വയസ്സിലേ വരും. ഒരു 300-350 ഒക്കെ ഉണ്ടെങ്കിൽ അത് 50 വയസ്സ് വരെ പോവും. 450 അണ്ടമാണെങ്കിൽ അത് 54 വയസ്സ് വരെയും പോവും. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ആ ഡോക്ടർ പറഞ്ഞു അണ്ടം കൂടുതലുണ്ടെങ്കിൽ മാസമുറ താമസിച്ച് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കരുത്. 51 വയസ്സിൽ ആർക്ക് മാസമുറ നിന്നില്ലെങ്കിലും അവർ ഡോക്ടറെ കാണണം. 51 വയസ്സ് കഴിഞ്ഞും മാസമുറ നിന്നില്ലെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മിക്കവാറും കാരണമൊന്നും കാണില്ലായിരിക്കും. പക്ഷേ എന്നാലും അവർ ഒരു സ്കാൻ ചെയ്ത് ഗർഭപാത്രത്തിൻ്റെ പാടയുടെ കട്ടിയൊക്കെ ഓക്കെ ആണോ, എന്തെങ്കിലും ട്യൂമറോ, ഇതെല്ലാം ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇനി ക്വസ്റ്റ്യനിലോട്ട് വരികയാണെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞ് താമസിച്ചു വരുന്നവർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്, അത് വേറെ കുഴപ്പങ്ങളൊന്നും കൊണ്ടല്ല, ഡിലേയ്ഡ് ആയിട്ട് വന്നു എന്നേ ഉള്ളെങ്കിൽ ബാക്കി 12 വയസ്സിൽ മാസക്കുളി വരുന്ന ഒരാളുടെ പോലെ തന്നെ അത് മുമ്പോട്ടേക്ക് പോവും. പിന്നെ എപ്പോഴും ഈ ആദ്യത്തെ 2 വർഷം, ഇപ്പം 12 വയസ്സിൽ മാസക്കുളി തുടങ്ങിയാൽ അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഒരു 2 വർഷം എടുക്കും. ഇപ്പം നമ്മൾ പറയില്ലേ, കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങിയ കുഞ്ഞുങ്ങൾ 1 വയസ്സിൽ അതുങ്ങൾ പതുക്കെ പിച്ച വെച്ച് തുടങ്ങും. ചിലപ്പോൾ ടക്ക് നോടി എവിടെയെങ്കിലും മറിഞ്ഞു വീണ് അവിടെ കിടക്കും. പിന്നെ ചിലപ്പോൾ ഒരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞായിരിക്കും ഒന്ന് നടക്കാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്. പിന്നെ നടക്കുന്നതിന് വേഗത കൂടും, ചിലപ്പോൾ പതുക്കെ നടക്കും. ഇതൊക്കെ നടന്നു തുടങ്ങുന്ന ഒരു കുട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മാസമുറ വന്നു കഴിയുമ്പോഴുള്ള യൂട്രസും ഓവറിയും. കാര്യം മോളിൽ നിന്ന് ഹോർമോൺസ് വരണം. പാവം മോളിലെ ബ്രെയിനും 12 വയസ്സുകാരിയുടെയോ ബ്രെയിൻ അല്ലേ, അതിനും മെച്യൂരിറ്റി വന്നിട്ടില്ല. അത് അതിൻ്റെ ഒരു ആവേശത്തിന് ഇച്ചിരി ഹോർമോൺ കൊടുക്കും, പിന്നെ ചിലപ്പോൾ അതും ഉറങ്ങും കുറച്ച് ദിവസം. അപ്പോൾ ചിലപ്പോൾ 12 വയസ്സിൽ മാസമുറ വന്നിട്ട് ചിലപ്പോൾ വരാതെ ഇരിക്കാം. അത് നോർമലാണ്. ഇപ്പോൾ 1 വർഷം വരെ വരാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ വന്നു തുടങ്ങും അവർക്ക്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വരുമ്പോൾ നമ്മൾ പറയും ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പരിശോധിച്ച് നോക്കും എന്തെങ്കിലും ഒരു എബ്നോർമാലിറ്റി ഉണ്ടോ. ഇല്ലെങ്കിൽ അത് സാരമില്ല എന്ന് പറഞ്ഞു വിടും. പിന്നെ പലരും നിർബന്ധിക്കും, ഡോക്ടറെ ഒരു സ്കാൻ ചെയ്താൽ നമുക്കൊരു സമാധാനം. അത് ശരിയാണ്. ഇൻവേസീവായിട്ടുള്ളൊരു, അതിന് വേദനയൊന്നും ഇല്ലല്ലോ. ഒരു പുറത്തൂടെ വെച്ചൊന്ന് നോക്കുമ്പോൾ എല്ലാം നോർമലാണെങ്കിൽ അവരും സമാധാനമായിട്ട് പോവും. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും കാര്യം. അപ്പോൾ ആദ്യത്തെ 2 വർഷം തെറ്റി വരാം, ചിലപ്പോൾ 3 മാസത്തിലൊരിക്കൽ വരാം. ഈ 3 മാസത്തിലൊക്കെ ഒരിക്കൽ വരുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ് കൂടുതലായിരിക്കും. പിന്നെ ഈ കുഞ്ഞെണീറ്റ് ഓടുന്ന പോലെയാണ് ഇതും, ചിലപ്പോൾ പെട്ടെന്ന് വന്നിരിക്കാം. വന്നിട്ട് 15 ദിവസം 16 ദിവസം കൂടുമ്പോൾ വരാം. അപ്പോൾ അതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ
പെട്ടെന്ന് മാസമുറ വരുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം പോവുകയല്ലേ. അപ്പം രക്തം പോകുമ്പോൾ അവർക്ക് വിളർച്ച വരാം. അതാണ് അതിനകത്തെ ഒരു ഇഷ്യൂ. ഇപ്പം 3 മാസം കൂടുമ്പോഴേ മാസമുറ വരുന്നുള്ളൂ എങ്കിൽ അതിനകത്ത് വലിയ വിഷയമില്ല. പക്ഷേ ഈ 15 ദിവസം കൂടുമ്പോൾ വരുന്നു, അതും എല്ലാ 15 ദിവസവും 3 ദിവസം 4 ദിവസം ബ്ലഡ് പോകുമ്പോൾ പാവം കുട്ടിയല്ലേ, അതിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകുമ്പോൾ അതിന് വിളർച്ച വരും. വിളർച്ച വരുമ്പോൾ ക്ഷീണം വരും, ഉറക്കം വരും, ദേഷ്യം വരും, പിന്നെ പഠിത്തത്തിൽ ശ്രദ്ധയില്ലായ്മ വരും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും, സ്കൂളിൽ പെർഫോമൻസ് കുറയും. അപ്പോൾ പിന്നെ നടക്കുമ്പോൾ ചിലപ്പോൾ ശ്വാസം മുട്ട് വന്നിരിക്കും, ഓടിക്കളിക്കാൻ വയ്യാന്ന് പറയും. അപ്പം ഇതൊക്കെ വളർച്ചയുടെ ഭാഗമാണ്. അപ്പം അത് നമ്മൾ ചികിത്സിക്കണം. ഏത് കുട്ടിക്ക് ആദ്യത്തെ 2 വർഷങ്ങളിൽ മാസമുറ കൂടുതൽ എന്ന് പറഞ്ഞാലും ഹീമോഗ്ലോബിൻ എത്ര ഉണ്ടെന്ന് നോക്കണം. ഹീമോഗ്ലോബിൻ ബിൽഡപ്പ് ചെയ്യാനുള്ള അയൺ ടാബ്ലറ്റ് കൊടുക്കണം. അതിനാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നാന അനീമിയ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. എല്ലാവർക്കും ആഴ്ചയിൽ ഒരു പിന്നെ അയൺ ടാബ്ലറ്റ് കൊടുക്കുക. അത് ബ്ലീഡിങ് ഉള്ളവർക്ക് അത് ഡെയിലി കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ വ്യത്യാസം. മറ്റവരും അതുപോലെ തന്നെയൊക്കെ അങ്ങ് പോവും.